അവനെ വേണ്ടാന്ന് വെച്ചത്. അങ്ങനെ കേട്ടെ വക്കീൽ പറഞ്ഞു, നമ്മുടെ വക്കീൽ പറഞ്ഞ് കേസ് വേണ്ടാന്ന് വെക്കത്തില്ല, കേസ് വാദിച്ച് തന്നെ തീർക്കത്തുള്ളൂന്ന്. അല്ല വെറുതെ വേണ്ടാന്ന് പറഞ്ഞ് എഴുതത്തില്ലെന്ന് കേസ് വാദിച്ചു. കേസ് വാദിക്കാറോ തീർത്തത്, അല്ല ചുമ്മാ തീർപ്പല്ലായിരുന്നു. പിന്നെ പറയാം കേസ് ബാധിച്ചില്ല അങ്ങനെയൊക്കെ ഇവൻ പറയാനേ. കേസ് ബാധിച്ചാ തീർക്കും. പിന്നെ തിരിച്ചത് പിന്നെ സർട്ടിഫിക്കറ്റ് കേസിന്റെ അവധിയൊക്കെ വന്ന് വക്കീലോ വിളിച്ചോ വന്ന് നോക്കുവോ രാവിലെ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടോന്ന്. അവൻ വിചാരിക്കുന്ന സർട്ടിഫിക്കറ്റ് വന്നില്ല, ഇവനങ്ങ് ഒട്ടും കുറിച്ച് വന്നേ. സർട്ടിഫിക്കറ്റ് കല്യാണം മോളൊന്നും കണ്ടില്ല, നല്ല ഒന്നാമത്തെ സബ്ജക്ട് വന്നിരിക്കും. അത് സ്വന്തരായി കാണിക്കാം. ഇവനെപ്പോഴും സ്വന്തരായി കാണിച്ചു കൊടുക്കുന്നു അവരെ. ഇവരുടെ ഒന്നാമത്തെ സബ്ജക്ട് പറഞ്ഞതാ. ഇവനെക്കൂടെ കല്യാണം പറഞ്ഞതല്ല. വരാതിരിക്കാൻ അവരൊക്കെ വന്നിട്ടുണ്ട്. കേസ് ഉള്ള സമയത്ത് വന്ന് ശരിക്കും ഭാഗം പറഞ്ഞു. അമ്മയായിട്ട് അവനെ കിട്ടുമെന്ന അവര് വരച്ചില്ല, ഭാഗം അവര് പറഞ്ഞില്ല, ഇവനെ കിട്ടുമെന്നാ വിചാരിച്ചത്. ഒരിക്കലും കിട്ടത്തില്ലെന്ന് മനസ്സിലായപ്പോഴാ കൈയും കയറ്റിട്ട് നിൽക്കുക ചെറിയ മുമ്പ് രണ്ടു കൈയും കാണിച്ചു. ജഡ്ജിയുടെ ചോദിച്ചു വെച്ചിട്ട് വിധിക്കാൻ പറഞ്ഞു. വക്കീൽ പറഞ്ഞു കേസിൽ വാദിച്ച് അല്ലാതെ വേണ്ടാന്ന്. അങ്ങനെ വാദിച്ചിട്ടാണ് കേസ് വിധിച്ചത്. കഴിയാൻ തുണിപൊക്കി പിടിച്ചു പോവുക, പല പലതായി ഇതിന്റെ കയ്യിലിരിക്കുന്നത്. തുണിപൊക്കി പിടിച്ചു പോവുക, വേറെ ആരുണ്ട് വഴിയെ കൂടെ? എത്രയോ പേര് മുതുകുടിയന്മാര് പോകുന്നു, അവന്മാര് തുണിപൊക്കി പിടിച്ചു പോകുന്നില്ല. ഇവരിത്ര രോഗം എന്തുവാ? രോഗം വന്നിട്ട് അവിടെ മോന് വന്നപ്പോ അവക്കും രോഗം. ഇനിയോട്ട് അങ്ങോട്ട് പോവായിരുന്നു, പോകുമ്പോ കാപ്പിച്ച് പോകുന്നവള്. ഇവിടെ എന്താ എടുക്കുന്നവള്? ഇവിടെ കാണുമ്പോ ആരാണ് കാർഷിക്കുന്നോ? ഇവിടെ ആരെയും ഇന്നുവരെ കാർഷിച്ചിട്ടില്ല, ഇന്നുവരെ ആരെയും കാർഷിച്ചിട്ടില്ല. ഇത്ര കാർഷിക്കാൻ ഇവിടെ ആരാ? എന്തോ ഇവിടേക്ക് ഇത്ര കാർഷിക വരുന്നത്? ഇവിടെ ഭൂലോക സുന്ദരി ഐശ്വര്യാറായി എന്തോ ഇത്? എന്തോ ഐശ്വര്യാറായിയാണ് ബാക്കിയുള്ളവരെല്ലാവരും കാണുമ്പോ ഇവർക്ക് കാർഷിക വരാന്. ഐശ്വര്യാറായി ആയിരിക്കും. ഐശ്വര്യാറായി കാർഷിച്ചിട്ടില്ല, അത് നല്ല വിവരമുള്ളവളാ. അത് ഇങ്ങനത്തെ തേർഡ് റേറ്റ് ഒന്നും അല്ല, ഏതോ തേർഡ് റേറ്റ് കളിയാട്ടി നമുക്ക് എല്ലാവരെയും കാണുമ്പോ കാർഷിക വരുന്നു. നമ്മളൊന്നും പറയാത്തതിനാണ് പിന്നെ കാർഷിക്കുകയാണ്. നമ്മളൊന്നും അറിയാൻ പോയില്ല. അങ്ങനെ ഇവിടെ കാർഷിച്ച് അങ്ങ് വരെ കാർഷിക്കുന്നു. ഇവിടെ എന്തൊക്കെ ഇപ്പൊ കാർഷിക്കാന്? പിടിക്കാത്ത ചമ്പ ഏതാണ്ട് പിടിക്കാത്തതാണ് ചമ്പ കാർഷിക്കുന്നു വന്നത്. അങ്ങനെ വടിച്ചു പിടിച്ച് തിന്നതുകൊണ്ട് വന്ന് ഒന്നുമല്ല. രാവിലെ വന്നതല്ല. കട്ടാരപ്പനങ്കാരിയുടെ അങ്ങോട്ട് അടുത്ത് പോയിട്ട് പോന്നതാണെന്ന് തോന്നുന്നു. കട്ടാരപ്പനങ്കാരിയുടെ അങ്ങേ പോയിട്ട് പോന്നതാ. ആണ് കട്ടാരപ്പനത്തെ അവിടെ അവിടെ വീട്. അവന്റെ അപ്പുറത്തെ കണ്ട് എന്തോ ഏതാണ്ടൊരു പള്ളിപ്പാട്ടുകാരി. പള്ളിപ്പാട്ട്. അവിടെ വീട്ടിൽ പള്ളിപ്പാടാ, നല്ല കയറുന്ന പള്ളിപ്പാട്. അതാ കട്ടാരപ്പനത്തിൽ ചെന്നിട്ടായി പള്ളിപ്പാട്ടോട്ട് തോന്നി. ഇവിടെ പള്ളിപ്പാട്ടുകാരി. നാളെ വന്നൊരു ദിവസം മുന്നിട്ട് പോകുന്നേ കണ്ട്. ഇവിടെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇതൊരു ഡ്യൂട്ടിയാ, ഹണി ട്രാപ്പ് എന്ന് പറയുന്ന ഡ്യൂട്ടിയാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആണുങ്ങൾ ഏതെങ്കിലും ആണുങ്ങളെ വകവരുത്തണമെങ്കിൽ അല്ലെങ്കിൽ പെണ്ണുങ്ങളെ വകവരുത്തണമെങ്കിൽ ഇവരെ കെട്ടുക, ഇങ്ങനെ എന്നിട്ട് അവരെ റെഡിയാക്കി കൊല്ലുക, അല്ലെങ്കിൽ ഇതുപോലെ ഓരോ ആക്സിഡന്റ് അത് ഇതൊക്കെ ഇതാക്കി ഇവന്മാരുടെ ലോബിയോസ് ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഹിച്ചേക്ക് ഇവന്മാര് അവിടെ പാട്ടിന് പോവുക. ഇവരിപ്പോ പോയല്ലോ. ഇങ്ങനെയാണ് ഭർത്താവ് ഭാര്യയും ആക്സിഡന്റ് വന്നാൽ അങ്ങ് പോവോ? ഭാര്യയായാലും ഭർത്താവായാലും എവിടെ? ഇവിടെ ഇപ്പൊ ഓലകെട്ടിയിലാണ് ഉണ്ടായത് ഇങ്ങനത്തെ പുതിയ കുറച്ച് സിസ്റ്റങ്ങളൊക്കെ ഉണ്ടോ ഓലകെട്ടിയില്? ക്രിമിനാലിറ്റികളുടെ കൈവച്ചിരുന്നാൽ മതിയോമാരൊക്കെ കുറെ ഡിവോഴ്സും ഒക്കെ കഴിഞ്ഞ് നടക്കുക കുറെ അമ്മമാരും ഓൾമാരും. ഇങ്ങോട്ട് വേണ്ട ഈ പരിപാടി. അതല്ല പറയുന്നത്. ഒന്നും രണ്ടൊന്നും അല്ല, കുറെ എല്ലാ ആൾക്കാരും അവന്മാരും ഇപ്പൊ ഇതാ ഡ്യൂട്ടി ഇവന്മാർക്ക്. ഇങ്ങനെ ഓരോ ആളുകളെ ട്രാക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞ് നടക്കുക, ഓരോ പെണ്ണുങ്ങളെ ട്രാക്ക് ചെയ്യാൻ. ഇതുപോലെ ഈ എന്തുവാ പുരുഷന്മാരുടെ മോന്റെ ആ പെണ്ണുങ്ങളെ ഇവന്മാരെ രണ്ടും കൂടെ അവർ ചട്ടിക്കൊണ്ട് പോകുന്നത്.
തോമച്ചാനും രാജേശ്വരിയൊക്കെ പറയുന്നവന്മാരാ അവരെ പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് ഈ വലിയ താമസിപ്പിച്ചത് പിന്നെ അറുമാരായിരുന്നു അവിടുത്തെ ഇത് അവിടെ കയറിയാകുമായിരുന്നു. ഇതിനൊക്കെയാണ് കയറിയത് ആ പെണ്ണുപിന്നെ പേരിയേൽപ്പിക്കാനുമല്ല. എന്നിട്ട് നാട്ടുകാരെന്ന് പറഞ്ഞ ഇപ്പൊ ഇവൻ അവരുടെ ഡണ്ണപ്പേലാകുമായിരുന്നു. അവിടത്തെ ഡണ്ണപ്പേൽ ജില്ലയുടെ ഡണ്ണപ്പേലായിരുന്നു നാട്ടുകാരെല്ലാം പറഞ്ഞത്. അത് കേട്ടിട്ടില്ലയോ? ഇങ്ങനെയാണ് നാട്ടുകാരെ പറഞ്ഞു. ഇപ്പൊ ജില്ലയുടെ ഡണ്ണപ്പേലാ സാധാരണ തോന്നാനും ചെന്ന് എല്ലാരും പറഞ്ഞതാ. രാജേശ്വരി ഇവരും ഇപ്പൊ വില്ലയുടെ കണ്ണപ്പേരാണ് എല്ലാരും പറഞ്ഞത്. കൂടുതലൊന്നും പറയിക്കണ്ട മരുന്ന്. കൂടുതൽ അതുപോലത്തെ കഥകൾ ഉണ്ടാക്കുന്നത് വ്യഭിചാരി ഇവിടെ വന്ന് വിളിക്കുന്നവൻ. എന്നിട്ട് കഥകളൊക്കെ ഇതുപോലത്തെ കഥയൊന്നും ഇങ്ങോട്ട് ഉണ്ടാക്കണ്ട. കയറുന്ന കഥയൊക്കെ കഥയുണ്ടാക്കൽ കഥയൊക്കെ ഉണ്ടാക്കുന്ന നൃത്ത കണ്ണപ്പ് കഥകളൊക്കെ. ഇവിടുന്ന് പോയെന്നാ ഇത് കേട്ടതാരാണ്ട്. അവരിപ്പോ കൊല്ലത്തോ അവിടെ അങ്ങോട്ട് പോയെന്ന് തോന്നുന്നു. അവരെ വീട് കൊല്ലത്തോ? അവിടെ അങ്ങോട്ടായിരിക്കും. പിന്നെ എല്ലാവരൊക്കെ വലുതായി കാണിക്കുകയോ എത്രയോ വലുതായി കാണിക്കുകയോ. എത്ര വണ്ടുള്ള പിള്ളേരാണ്. കളയാൻ മരുമോളെ ഒരു പണ്ടേലും ആ പെണ്ണിനെ അടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത് എല്ലാവരും പറയുമല്ലോ. മരുമക്കളെ അടിക്കുവാണ്. അവരൊരു പാവമായിരുന്നു. അവരോട് ചീറ്റോണ്ട് മാത്രം അവനും വന്നായിരുന്നല്ലോ വേറെ താമസമായിരുന്നു. അവന്റെ ഓടെ താമസിപ്പിക്കേണ്ടി പോയത്. എന്താ അവളെ ഇനി സ്ഥലമില്ലാഞ്ഞിട്ടാണോ? തോന്നിയാത്രല്ലയോ ആ പെൺപിള്ളെ ഇറക്കി വിടുന്നത്? എന്തുമാത്രം വലിയൊരു വീട്ടിൽ അവരെ താമസിപ്പിക്കാൻ ഇവിടെ മാത്രം തന്നെ താമസിക്കുന്ന പോലെ പെണ്ണുങ്ങളെയൊക്കെ അതിശയങ്ങൾ എന്താ വേണം. പക്ഷെ അവർക്കൊന്നും കൊടുക്കാതെ വേറെ വല്ല നോക്ക് കൊടുക്കണമെന്നുള്ളതായിരിക്കും ഇനി. അങ്ങനെയൊക്കെ ആയിരിക്കും. അവിടെ മോള് വലിയ കേരിയാണ് ജമുന. അതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. അതിനൊക്കെ ഇവിടൊക്കെ അങ്ങനെയൊക്കെയാ കുറെ എല്ലാം കൂടെ ഒരാൾക്ക് കൊടുക്കണമെന്നൊക്കെയുള്ള ഉദ്ദേശങ്ങളിലൊക്കെ ആയിരിക്കും ഇതൊക്കെ. ഒരാളിനെ റെഡിയാക്കുക പാമ്പിടിച്ച അങ്ങനെ അവര് പാമ്പിടിച്ച പുരുഷമാവന്റെ കൂടുതലായിരുന്നു. അതാ പറഞ്ഞു മോൻ ആ പുരുഷമാവന്റെ സ്വഭാവമാണ്. മറ്റവിടെ വല്ല വില്ലത്തി കേരിയാണ് ജമുന എന്ന് പറയുന്നത്. മാമയ്ക്ക് പെരുമാറ്റൊന്നും പുരുഷനുള്ളപ്പം പുരുഷനെ വയ്യാതെ പോകാം പെൻഷൻ വാങ്ങിക്കാനേ. അപ്പൊ എന്നോട് ഞാൻ ആ ബുക്ക് കൊണ്ട് കൊടുക്കുന്നത് പിന്നെ ഓഫീസില് ബുക്ക് കൊണ്ട് കൊടുത്തിട്ട് വേറെ ആളായി കൊടുക്കും. അങ്ങനെ വാങ്ങിച്ച് വെക്കും. ഞങ്ങൾ പിന്നെ ഞാൻ ഇവിടെ 9 മണി കഴിഞ്ഞേ ചെല്ലത്തുള്ളൂ. ബുക്ക് വാങ്ങിച്ച് തരും പെൻഷൻ വാങ്ങിക്കാൻ. എല്ലാരും നമ്മളെങ്ങനെ പറയാൻ നമുക്കൊന്നും വിശ്വസിക്കേണ്ട കാര്യം നമ്മൾ പോകുന്നില്ല. ഇപ്പൊ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ പോയിട്ടില്ല. അപ്പൊ അവരെ ഇറങ്ങിക്കൊണ്ടിരിക്കില്ല. ഞാൻ വീട്ടിൽ പോയിട്ടില്ല. നമുക്ക് പോകേണ്ട കാര്യമില്ല. കാരണം അതിനുമുമ്പ് പുരുഷനെന്തെങ്കിലും ബുക്ക് വാങ്ങിച്ചിട്ട് കൊണ്ട് കൊടുക്കാനായിട്ട് പോകുമായിരുന്നു. പെട്ടെന്ന് പോയിട്ടുണ്ട്. ഇത് കുറെ കുടുംബമെല്ലാം തല്ലിത്തകർക്കുന്ന കുറെ ആളുകളുണ്ട്. കുടുംബമെല്ലാം തല്ലിത്തകർക്കുന്ന ഇവരുടെ തല്ലിത്തകർത്ത് കുറെ നേട്ടം കൊയ്യുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവരും. ആർക്കും മനസ്സിലാവുന്നൊന്നുമില്ല. അതൊന്നും ഇവിടെ വേണ്ട. എനിക്ക് മനസ്സിലാവും. നല്ല ബുദ്ധിയുള്ളതല്ല. ചുമ്മാ അല്ല ഡൽഹി പഠിച്ചത്. വേറെയൊന്നും ഇങ്ങോട്ട് വേണ്ട. കുടുംബം തല്ലിത്തകർത്തേക്ക് കുറെ അവന്മാർക്കും കൊടുമാർക്കും കയറാനുള്ള വിചാരമൊന്നും ഇങ്ങോട്ട് വേണ്ട. താഴെ പഠിക്കാനുള്ളതൊക്കെ അടിച്ചു മാറ്റി എടുക്കാവുന്നത് എല്ലാം വീറ്റം എടുത്ത് ടീച്ചർ എത്തിക്കാവുന്ന പോലെ അവള് ഒരാളും വിചാരിക്കണ്ട. കിട്ടുമെന്ന് വിചാരിക്കണ്ട ഒരാൾ വരാനും. നമ്മുടെ സ്വത്ത് അങ്ങനെ വേറെ ആൾ കിട്ടുന്നത് അങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചാൽ കിട്ടുമോ? ഒരിക്കലും കിട്ടത്തില്ല. ഇത് എന്റെ നാടൂന് തന്നെ കൊടുക്കും. ഈ വീടും ഇതും ഇതെന്റെ നാടൂന് തന്നെ കൊടുക്കും. വേറെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് വേറെ വസ്തുണ്ട്. ഇത് നാടൂന് തന്നെ കൊടുക്കും. ഇത് സക്സസിന് കൂടെ തന്നെ നാടൂന് പോകും. അല്ല ഓരോ അവളും അത് അവർക്ക് ഇഷ്ടപ്പെട്ടു. വിൽക്കാൻ പറ്റാത്ത പോലെ ഓരവര് അവർക്ക് വിൽക്കാൻ ജന്മജന്മാന്തരം ഇത് സാധാരണ പഠിക്കാൻ പേര് കിടക്കുന്ന പോലെ കിടക്കത്തുള്ളൂ. അല്ലാതെ ഓരോ അവസ്ഥയും കിടക്കത്തില്ല. ഇതൊന്നും വിചാരിക്കണ്ട. വിൽക്കാൻ പറ്റാത്ത പോലെ എഴുതി വെക്കുന്നത്. ഇത് സത്യമുള്ള മുതലാണെങ്കിൽ ഒരു കയ്യിലും പോകത്തില്ല. അത്രയേ ഉള്ളൂ. സത്യവും ദൈവമുള്ള മുതലാണെങ്കിൽ ഇത്